ഫോണുകൾ താഴെ വീണ് പൊട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പേടിയുള്ള കാര്യമാണ്. 10,000 രൂപ കൊടുത്തിട്ട് സാധാരണക്കാരൊരു ഫോൺ വാങ്ങിച്ചിട്ട് അത് കയ്യിൽ നിന്ന് വീണ് പൊട്ടി, തീർച്ചയായിട്ടും ടെൻഷനുള്ള പരിപാടിയാണ്. പക്ഷേ ഈ ഒരു ഫോൺ ഞാൻ ഇങ്ങനൊരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ കാണാം. കാരണം ഇത്രയും ഹൈറ്റിൽ പിടിച്ച് ഞാൻ നേരെ താഴോട്ട് ഡിസ്പ്ലേ കമഴ്ത്തി അങ്ങ് ഇട്ടു. പൊട്ടുമെന്ന് അറിയാമല്ലോ, പക്ഷെ പൊട്ടിയില്ല, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഇതിന്. എന്ന് കാര്യം നിങ്ങൾ ഇങ്ങനെ പൊക്കി പിടിച്ച് താഴെ ഇട്ട് ടെസ്റ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. അതായത് ഇത് സ്ട്രോങ് ആണ് എന്നാണ് കമ്പനി പറയുന്നത്. ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്തു, സംഗതി ശരിയാണ്, അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ വരുന്ന കേസിനും പ്രത്യേകതയുണ്ട്. ഞാൻ പറയാം, ഇത് ഏതാ ഫോൺ എന്നല്ലേ, 10,000 താഴെ വില വരുന്ന ഫോൺ തന്നെയാണ്. ഓപ്പോയുടെ K12X ആണ്. കൂടുതൽ പറഞ്ഞു തരാം അതിന് മുമ്പ് അതിന്റെ ബോക്സ് ക്വിക്ക് അൺബോക്സിംഗ് ഒന്ന് കാണിച്ചിട്ട് എന്തൊക്കെയാ ഉള്ളതെന്ന്. സോ ഇതാണ് ഓപ്പോയുടെ K12Xന്റെ ബോക്സ്. മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഭംഗിയെക്കുറിച്ച് ഞാൻ ഡിസൈനെ കുറിച്ചൊക്കെ ഞാൻ പറയാം, അതിനു മുമ്പ് തന്നെ അവിടെ ഇരിക്കട്ടെ. ബോക്സിനകത്ത് കേസ്, ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാർജർ 45 വാട്ടിന്റെ സൂപ്പർ ബുക്ക് ചാർജിംഗ് ആണ്, ചാർജിംഗ് കേബിളും കാണാം. ഇത്രയുമാണ് ബോക്സിൽ ഉണ്ടായിരുന്നത്. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. സോ ഇതാണ് ഓപ്പോയുടെ K12X. എങ്ങനെയുണ്ട് ഫോൺ? കാണാൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ടോ? 10,000 താഴെയാണ് ഇതിന്റെ വില വരിക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ളത്. അപ്പോൾ ഈ ഒരു ഫോൺ നമ്മൾ അത്യാവശ്യം ഹൈറ്റിൽ നിന്നൊക്കെ താഴെ ഇട്ടാലും പൊട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ എന്താണ് ഇതിന്റെ സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 360 ഡിഗ്രി ഡാമേജ് പ്രൂഫ് ആർമർ ബോഡിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടി കൂടുതലാണെന്ന് വിചാരിക്കേണ്ട. 7.68 mm തിക്നെസ്സും 186 ഗ്രാമിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. സ്ലിമ്മും ലൈറ്റ് വെയിറ്റുമാണ്, പ്ലസ് ഇത്രയും സ്ട്രോങ് ആണ്. സ്ലിം എന്ന് പറയുമ്പോൾ 5100 mAh ബാറ്ററി വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഇത്രയും സ്ലിം. കൂടുതലാണ് ഈ 45 വാട്ടിന്റെ ചാർജിങ് കിട്ടുന്നത്. ബാറ്ററിയിൽ യാതൊരു ഇഷ്യൂ ഇല്ല, ഒപ്പം തന്നെ കംഫർട്ടബിളും ആണ്. സോ അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ പ്രൊട്ടക്ഷൻ എന്താണെന്നല്ലേ ചോദ്യം. ട്വൈസ് റീഇൻഫോഴ്സ്ഡ് പാണ്ട ഗ്ലാസ് ആണ് ഇതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈ സ്ട്രെങ്ത് അലോയ് ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. സ്പോഞ്ച് ബയോണിക് കുഷനിങ് ആണ് ഇതിനകത്ത് വരുന്നത്. ഷോക്ക് അബ്സോർപ്ഷൻ ഫോമും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ഇതെല്ലാം ചേർന്നാണ് ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ താഴെ വീണാലും പെട്ടെന്നൊന്നും കംപ്ലൈന്റ് വരില്ല എന്ന് അവർ അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ IP54 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. സോ പെട്ടെന്നൊന്നും വെള്ളം തെറിച്ചാലും ഇതിന് കംപ്ലൈന്റ് വരില്ല. പിന്നെ ഇതിന്റെ കേസിനും ഒരു പ്രത്യേകത എന്നാണ് അവർ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിന്റെ കോർണർ ഒക്കെ ഉണ്ടോ, നല്ല കട്ടിയിൽ കൊടുത്തിരിക്കുകയാണ്. വേറെ നമ്മുടെ ഫോൺ കയ്യിൽ നിന്ന് കോർണർ അടിച്ചാണ് വീഴുക. അങ്ങനെ താഴെ വീഴുമ്പോൾ പെട്ടെന്നൊന്നും പറ്റാതിരിക്കാനുള്ള രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കൈക്ക് നനഞ്ഞാലും ടച്ച് വർക്ക് ചെയ്യാൻ പാകത്തിന് സ്പ്ലാഷ് ടച്ച് ടെക്നോളജി ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നനഞ്ഞ കൈ കൊണ്ടൊക്കെ ഡിസ്പ്ലേയിൽ തൊട്ടാലും വർക്ക് ചെയ്യും. സോ മൊത്തത്തിൽ ഒഫീഷ്യലി ഒരു മോസ്റ്റ് റഗ്ഡ് ഫോൺ എന്നൊക്കെയാണ് ഇതിന് അവകാശപ്പെടുന്നത്. മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്നുണ്ട്. മിലിറ്ററി സ്റ്റാൻഡേർഡ് 810H സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ ഫസ്റ്റ് ആണ്. സ്ട്രെങ്ത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടൊരു ഫോൺ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോൺ ആവശ്യമുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. ബാക്കിയുള്ള ഘടകം കൂടി ഞാൻ പറയാം. ഈ ഫോൺ 2 കളറിലാണ് വരുന്നത്, ബ്രീസ് ബ്ലൂ അതുപോലെ മിഡ് നൈറ്റ് വയലറ്റ്. ഇതിന്റെ ഡിസ്പ്ലേ 6.67 ഇഞ്ച് വരുന്ന 120 HD+ LCD ഡിസ്പ്ലേ ആണ്. 1000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 850 നിറ്റ്സിന്റെ നോർമൽ ബ്രൈറ്റ്നസും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നിങ്ങൾ സൺലൈറ്റിലൊക്കെ ഉപയോഗിക്കുമ്പോഴും ഒരു കുഴപ്പമുണ്ടാവില്ല. നോർമൽ ബ്രൈറ്റ്നസ് തന്നെ 850 നിറ്റ്സ് ഉണ്ട്. വിഷ്വൽ ക്വാളിറ്റിയിൽ വേറെ അപാകതകളൊന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. നൈസ് ആണ്. പിന്നെ ഇവിടെ ആകെ ഒരു ഫുൾ HD ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായി എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു പ്രധാന കാര്യം. ഇനി ഇതിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പോയുടെ ക്യാമറകൾ പൊതുവെ പലർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. സാമ്പിൾ കണ്ടു നോക്കൂ. 32 മെഗാപിക്സലിന്റെയാണ് മെയിൻ ക്യാമറ വരുന്നത്. 2 മെഗാപിക്സലിന്റെ പോർട്രേറ്റ് ക്യാമറയാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. ഡുവൽ ക്യാമറയാണ്. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. സോ അതിന്റെ ഫോട്ടോ സാമ്പിൾസ് ആണ് ഈ കാണുന്നത്. ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റിലും ഒക്കെ എടുത്തൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 10,000 താഴെ ഈ ഒരു ഫോണിൽ ഇത് കിട്ടിയാൽ മതി ഒന്ന് നോക്കുക. പിന്നെ ഇതിൽ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ തരത്തിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഡുവൽ വീഡിയോ റെക്കോർഡിംഗിന്റെ ഫീച്ചറൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഒരു സാമ്പിളും കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കിക്കോളൂ. ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ മതിയാവോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. കാരണം ക്യാമറ കംപ്ലീറ്റ്ലി പേഴ്സണൽ ചോയ്സ് ആണ്. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ Dimensity 6300 എന്ന പ്രോസറാണ്. ഈ പ്രോസർ 10,000 താഴെ പല ഫോണുകളിലും നമുക്ക് കാണാം. എന്നാലും കുറച്ചും കൂടി നല്ല പ്രോസറൊക്കെ കൊടുക്കാമായിരുന്നു. എന്നാലും ഇതാണ് ഇരിക്കുന്നത്. ഇതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സാധാരണ യൂസിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം BGMI ഒക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന തരത്തിൽ കളിക്കാൻ സാധിക്കും. BGMI നിങ്ങൾക്ക് സ്മൂത്ത് അൾട്രയിലാണ് കളിക്കാൻ പറ്റുക. അതിൽ ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് കളിക്കാം. ഇത് മതിയെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നോക്കണം എന്നില്ല, എന്നാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ഈ രീതിയിൽ പറ്റും. ഇതിൽ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ് വരുന്നത്. ഈ വിലയ്ക്ക് അതൊക്കെ ഓക്കെയാണ്. പിന്നെ ColorOS 14 ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അതും ഈ വിലയ്ക്ക് ഡീസന്റ് ആണ്. പിന്നെ ഇതിൽ ചില ഫീച്ചറുകൾ നമുക്ക് ഓപ്പോടേതായ സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സൗണ്ടിന് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ അവർ കൊടുത്തിട്ടില്ല. പകരം ഉള്ള സൗണ്ട് 300% വോളിയത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫുൾ ആകുമ്പോൾ 300% കാണാം. സൗണ്ട് ക്വാളിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടാണ്. സിംഗിൾ ബോട്ടം ഫാൻ സ്പീക്കർ ആണ്. പിന്നെ അതിനകത്ത് AI ലിങ്ക് ബൂസ്റ്റ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നെറ്റ്വർക്ക് പരമായിട്ടുള്ള കാര്യങ്ങൾ 5G ഒക്കെ ഒന്നിലധികം ഏരിയകളിൽ നിന്ന് കണക്ട് ചെയ്യുമ്പോൾ അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് സെലക്ട് ചെയ്തെടുക്കുന്ന AI ലിങ്ക് ബൂസ്റ്റ് സംവിധാനം വരുന്നുണ്ട്. സോ അപ്പോൾ നെറ്റ്വർക്ക് കുറച്ചുകൂടി നന്നായിട്ട് കിട്ടുമെന്ന് സാരം. പിന്നെ ഈ ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. 2 സിം അല്ലെങ്കിൽ 1 സിമ്മും മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. പെർഫോമൻസ് ഒന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇത് 2 വേരിയന്റ് ആണ് വരുന്നത്. 6GB RAM 128GB സ്റ്റോറേജും 8GB RAM 256GB സ്റ്റോറേജും. സോ അപ്പോൾ അങ്ങനെയാണ് ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് തന്നെ സ്ട്രെങ്ത് ആണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ പറഞ്ഞത്. സോ സ്ട്രെങ്ത് ഇടയ്ക്കിടയ്ക്ക് ഫോൺ താഴെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കാവുന്ന ഐറ്റമാണ്.
ചിന്തിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. സാധാരണ യൂസിന് കുഴപ്പമില്ലാത്ത നല്ലൊരു ഓപ്പോ ഫോൺ എന്ന് പറയാം. പിന്നെ ഇപ്പോഴേക്കും എനിക്ക് ഇതിന്റെ കൃത്യമായ പ്രൈസും കാര്യങ്ങളും അറിയില്ല. അറിയുന്ന വഴിക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റായിട്ട് ഷെയർ ചെയ്യുക. സോ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ അപ്പോൾ അതാണ് ഓപ്പോ K12X എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.